ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് പൂരി ബാജിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല പഫിയുമായിട്ടുള്ള പൂരിയും അതിനൊപ്പം കഴിക്കാൻ ബാജിയും. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. നമുക്ക് ആദ്യം ബാജി തയ്യാറാക്കാം. ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് പീസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് 4 5 എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കടായിയുടെ സെൻറ്ററിലാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് അവിടെ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബ്സ് ആക്കിയിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 2.5 ഗ്ലാസ് വെള്ളത്തിലാണ് കുക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാത്രം ആദ്യം ആഡ് ചെയ്തിട്ട് കുക്കറിലുള്ള ബാക്കി വെള്ളം ആണ് വീണ്ടും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പീസസൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. അങ്ങനെ കറി വീണ്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. വലിയൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. മാവ് കുഴിച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നും അല്ല എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒരുമിച്ചല്ല ഒഴിക്കുന്നത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ചേർത്തിട്ടാണ് അടുത്തത് ഒഴിക്കുന്നത്. അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം ആ ഡ്രൈ മാവിൽ കൂടെ വരുന്ന തരത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മാവൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം എല്ലാ ഭാഗത്തും ആ ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്തു കൂടെ എത്തുന്ന രീതിയിൽ ഇളക്കി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് പൂരിയിൽ വെള്ളം കൂടിപ്പോയാൽ പരത്താനും പാടാണ്. അതുപോലെ തന്നെ പൂരി ഒരുപാട് ഓയിൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോഴും വെള്ളം കിട്ടാത്ത കുറച്ച് ഡ്രൈ പാർട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് സൂക്ഷിച്ച് വേണം വെള്ളം ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മാവിൻ്റെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1 കപ്പ് തന്നെ ഫുള്ളായിട്ട് വേണ്ടി വരും. എനിക്കിത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ആവശ്യമായി വന്നില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു.
ഇപ്പോൾ മാവ് കംപ്ലീറ്റ് ആയിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഒന്ന് മാവിൽ ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായ ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോ ബോൾസും എടുത്ത് മാവിലൊന്ന് ചെറുതായിട്ട് മുക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൂരി പരത്താൻ നേരത്ത് കുറച്ച് കട്ടിയോടുകൂടിയാണ് പരത്തുന്നത്. തീരെ അങ്ങ് തിന്നാക്കുന്നില്ല, കുറച്ചൊരു തിക്നെസ്സോട് കൂടിയാണ് പരത്തുന്നത്. അപ്പോഴാണ് നമുക്ക് പൂരി നല്ല പഫി ആയിട്ട് കിട്ടുന്നത്. ഇതുപോലെ എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. ഈ രീതിയിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷമാണ് പൂരി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൂരി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് എണ്ണയിലേക്കൊന്ന് താഴ്ത്തി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പൂരി ഇങ്ങ് പഫി ആയിട്ട് വന്നോളും. കണ്ടില്ലേ? പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? നല്ലൊരു കളറ് തന്നെ കിട്ടിയിട്ടുണ്ട് പൂരിക്ക്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിട്ടാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സൈഡൊക്കെ ഒന്നുകൂടെ എണ്ണയിലേക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ പരത്തി വെച്ചിരിക്കുന്ന പൂരി അത്രയും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. 2 കപ്പ് മാവിൽ നിന്നും 12 പൂരിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പൂരിയും ബാജിയും റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും തന്നെ സമയം വേണ്ടി വരില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.